ഇത്രയും ദിവസം നമ്മൾ നോക്കിയത് 2024 പ്രധാനപ്പെട്ട ദിനങ്ങളായിരുന്നു. ഇനി നമുക്ക് 2 ദിവസത്തെ ബ്രേക്കിന് ശേഷം ദിനങ്ങൾ നോക്കാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് 2024 ലേറ്റസ്റ്റ് കറണ്ട് അഫെയർ ഭാഗത്തിലെ പാരീസ് ഒളിമ്പിക്സ് 2024 എന്ന ടോപ്പിക്കുമായിട്ടാണ്. നമുക്ക് പാരീസ് ഒളിമ്പിക്സ് 2024 നോക്കാം. പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ബോക്സിംഗ് താരങ്ങൾക്ക് ക്യാഷ് പ്രൈസ് നൽകാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് അന്താരാഷ്ട്ര ബോക്സിംഗ് അസോസിയേഷൻ. എന്താണ്? പാരീസ് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ബോക്സിംഗ് താരങ്ങൾക്ക് ക്യാഷ് പ്രൈസ് നൽകാൻ തീരുമാനിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് അന്താരാഷ്ട്ര ബോക്സിംഗ് അസോസിയേഷൻ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം നമ്മൾ ദിനങ്ങളിൽ പഠിച്ചിരുന്നു. ഏതാണ്? ജൂൺ 23. എന്തായിരുന്നു അതിൻ്റെ പ്രമേയം? ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. 2024 ജൂൺ 23 ഒളിമ്പിക് ദിനത്തിൻ്റെ പ്രമേയം ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ മത്സര ഇനം ബ്രേക്ക് ഡാൻസ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ മത്സര ഇനം ബ്രേക്ക് ഡാൻസ്. പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ടെന്നീസ് ഡബിൾസ് ടീമിൻ്റെ കോച്ചായി നിയമിതനായ മലയാളി ബാലചന്ദ്രൻ. എന്താണ്? പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ടെന്നീസ് ഡബിൾസ് ടീമിൻ്റെ കോച്ചായി നിയമിതനായ മലയാളി ബാലചന്ദ്രൻ. മത്സര രംഗത്ത് സ്ത്രീ പുരുഷ അനുപാതം തുല്യമാകുന്ന ഒളിമ്പിക്സ് ആണ് ഇത്, പാരീസ് ഒളിമ്പിക്സ്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. മത്സര രംഗത്ത് സ്ത്രീ പുരുഷ അനുപാതം തുല്യമാകുന്ന ഒളിമ്പിക്സ് പാരീസ് ഒളിമ്പിക്സ്. നമുക്ക് ഇവിടുന്ന് തന്നെ പഠിച്ചു പോകാം. പിന്നീട് ഇതൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാൽ മതിയായിരിക്കും. 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നിയമിക്കുന്നത് ഹർമൻപ്രീത് സിംഗ്. എന്താണ്? 2024 പാരീസ് ഒളിമ്പിക്സിനുള്ള ഇന്ത്യൻ പുരുഷ ഹോക്കി ടീമിനെ നയിക്കുന്നത് ഹർമൻപ്രീത് സിംഗ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക സംഘത്തിൻ്റെ തലവനായി നിയമിക്കപ്പെട്ടത് ഗഗൻ നരംഗ്. എന്താണ്? പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ കായിക സംഘത്തിൻ്റെ തലവനായി നിയമിക്കപ്പെട്ടത് ഗഗൻ നരംഗ്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരങ്ങളുടെ മെൻറ്ററായി തിരഞ്ഞെടുത്തത് പ്രകാശ് പദുക്കോൺ. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരങ്ങളുടെ മെൻറ്ററായി തിരഞ്ഞെടുത്തത് പ്രകാശ് പദുക്കോൺ. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന മലയാളികളുടെ എണ്ണം 7. ഇത് പ്രധാനപ്പെട്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നതെല്ലാം നോട്ട് ചെയ്ത് ശ്രദ്ധപ്പെടുത്തിക്കോണം. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന മലയാളികളുടെ എണ്ണം 7. ഒളിമ്പിക്സ് പുരുഷ ലോങ് ജമ്പിലെ 56 വർഷം പഴക്കമുള്ള റെക്കോർഡ് ആരുടെ പേരിലാണ്? ബോബ് ബിയമൻ. ഒളിമ്പിക്സ് പുരുഷ ലോങ് ജമ്പിലെ 56 വർഷം പഴക്കമുള്ള റെക്കോർഡ് ആരുടെ പേരിലാണ്? ബോബ് ബിയമൻ. ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്തു വെച്ച് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് പാരീസ് ഒളിമ്പിക്സ് 2024. ഇതും നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്തു വെച്ച് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് പാരീസ് ഒളിമ്പിക്സ് 2024. പാരീസ് ഒളിമ്പിക്സ് 2024 പ്രത്യേകത എന്താണ്? ചരിത്രത്തിൽ ആദ്യമായി സ്റ്റേഡിയത്തിന് പുറത്തു വെച്ച് ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് പാരീസ് ഒളിമ്പിക്സ് 2024. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമായ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരം അഭിനവ് ബിന്ദ്ര. അഭിനവ് ബിന്ദ്രയുടെ കായിക ഇനം ഓർത്തോണം, ഷൂട്ടിംഗ്.
അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ പരമോന്നത പുരസ്കാരമാണ് ഒളിമ്പിക് ഓർഡർ. ആ ഒളിമ്പിക് ഓർഡറിന് അർഹനായ ഇന്ത്യൻ ഷൂട്ടിംഗ് താരമാണ് അഭിനവ് ബിന്ദ്ര. 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം PR ശ്രീജേഷ്. PR ശ്രീജേഷിൻ്റെ കായികനം ഏതാണ്? ഹോക്കി. 2024 പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരമാണ് PR ശ്രീജേഷ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനു ഭാക്കർ. മനു ഭാക്കറിൻ്റെ കായിക ഇനം ഏതാണ്? ഷൂട്ടിംഗ്. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനു ഭാക്കർ, ഷൂട്ടിംഗ്. ഇതിനകത്ത് വ്യക്തികളും കായിക ഇനങ്ങളും ഓർത്തിരിക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. മാച്ച് ദ ഫോളോയിങ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഒളിമ്പിക് ദീപം ജ്വലിപ്പിച്ചത് റാഫേൽ നദാൽ. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഒളിമ്പിക് ദീപം ജ്വലിപ്പിച്ചത് റാഫേൽ നദാൽ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനു ഭാക്കർ. ഷൂട്ടിംഗ് താരമാണ് മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയത് മനു ഭാക്കർ, ഷൂട്ടിംഗ് താരം. മനു ഭാക്കർ 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം സ്വന്തമാക്കിയാണ് ഇന്ത്യൻ താരം ചരിത്രം കുറിച്ചത്. ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടവും താരം സ്വന്തമാക്കി. പാരീസ് ഒളിമ്പിക്സ് പുരുഷ ഗെയിംസിൽ സ്വർണം നേടിയത് ഫ്രാൻസ്. അപ്പം നമ്മൾ മനു ഭാക്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 മീറ്റർ എയർ പിസ്റ്റളിൽ വെങ്കലം സ്വന്തമാക്കി. അതുകൂടാതെ ഒളിമ്പിക്സിൽ ഷൂട്ടിങ്ങിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത എന്ന ചരിത്ര നേട്ടവും മനു ഭാക്കർ സ്വന്തമാക്കി. പാരീസ് ഒളിമ്പിക്സ് പുരുഷ റഗ്ബിയിൽ സ്വർണം നേടിയത് ഫ്രാൻസ്. പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ റഗ്ബിയിൽ സ്വർണം നേടിയത് ഫ്രാൻസ്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മനു ഭാക്കർ. മനു ഭാക്കറിൻ്റെ കായിക ഇനം ഏതാണ്? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒളിമ്പിക്സിൽ ടേബിൾ ടെന്നീസിൽ പ്രീ ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മണികാ ബത്ര. ഒളിമ്പിക്സിൽ ടേബിൾ ടെന്നീസിൽ പ്രീ ക്വാർട്ടറിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ താരം മണികാ ബത്ര. മണികാ ബത്രയുടെ കായിക ഇനം ഏതാണ്? ടേബിൾ ടെന്നീസ്. പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റൺ ഡബിൾസിൽ ക്വാർട്ടറിൽ എത്തിയ ഇന്ത്യൻ താരങ്ങളാണ് സ്വാതിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി. പാരീസ് ഒളിമ്പിക്സിൽ ബാഡ്മിൻ്റൺ ഡബിൾസ് ക്വാർട്ടറിൽ എത്തിയ ഇന്ത്യൻ താരങ്ങളാണ് സ്വാതിക് സായ്രാജ്, ചിരാഗ് ഷെട്ടി. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലക്ക് നേരിടേണ്ടി വന്ന രാജ്യങ്ങൾ റഷ്യ, ബെലാറസ്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ഉദ്ഘാടന ചടങ്ങിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റിയുടെ വിലക്ക് നേരിടേണ്ടി വന്ന രാജ്യങ്ങൾ റഷ്യ ആൻഡ് ബെലാറസ്. ഒളിമ്പിക്സ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന ആദ്യ ഒളിമ്പിക്സാണ് പാരീസ് ഒളിമ്പിക്സ് 2024. പാരീസ് ഒളിമ്പിക്സിൻ്റെ 2024 പ്രത്യേകത എന്താണ്? ഒളിമ്പിക്സ് വിജയികൾക്ക് ക്യാഷ് അവാർഡ് നൽകുന്ന ആദ്യ ഒളിമ്പിക്സാണ് പാരീസ് ഒളിമ്പിക്സ് 2024. ഒളിമ്പിക്സ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി സെമി ഫൈനലിലെത്തിയ ടീമാണ് മൊറോക്കോ. എന്താണ്? ഒളിമ്പിക്സ് ഫുട്ബോൾ ചരിത്രത്തിൽ ആദ്യമായി സെമി ഫൈനലിലെത്തിയ ടീം മൊറോക്കോ. 2024 പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ച നിഷാന്ത് ദേവ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. 2024
പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ച നിഷാന്ത് ദേവ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. ഒളിമ്പിക്സ് പുരുഷ ബാഡ്മിൻ്റൺ മത്സരത്തിൽ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. ഒളിമ്പിക്സ് പുരുഷ ബാഡ്മിൻ്റൺ മത്സരത്തിൽ സെമി ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരം ലക്ഷ്യ സെൻ. കേൾക്കുന്നവരെല്ലാം എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് ഉറച്ച് പറയുക. ഇവിടെ ഇരുന്ന് തന്നെ പഠിച്ചു പോവാം, പിന്നീട് റിവൈസ് ചെയ്താൽ മതി. 2024 പാരീസ് ഒളിമ്പിക്സിൽ 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ ലോക റെക്കോർഡ് നേടിയത് US. 2024 പാരീസ് ഒളിമ്പിക്സിൽ 4x400 മീറ്റർ മിക്സഡ് റിലേയിൽ ലോക റെക്കോർഡ് നേടിയത് US. പാരീസ് ഒളിമ്പിക്സ് ടെന്നീസ് വനിതാ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഷ്വെങ് ക്വിൻവെൻ. ആരാണ്? ഷ്വെങ് ക്വിൻവെൻ, ചൈന. പാരീസ് ഒളിമ്പിക്സ് ടെന്നീസ് വനിതാ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയത് ഷെങ് ക്വിൻവെൻ, ചൈന. 2024 പാരീസ് ഒളിമ്പിക്സിലെ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയ താരം നൊവാക് ജോക്കോവിച്ച്. 2024 പാരീസ് ഒളിമ്പിക്സിലെ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്വർണ്ണ മെഡൽ നേടിയ താരം നൊവാക് ജോക്കോവിച്ച്. ടെന്നീസ് പുരുഷ സിംഗിൾസിൽ ഒളിമ്പിക്സ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ ഗോൾഡ് മെഡൽ ജേതാവാണ് നൊവാക് ജോക്കോവിച്ച്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വനിതകളിലെ വേഗമേറിയ താരമായി തിരഞ്ഞെടുത്തത് ജൂലിയൻ ആൽഫ്രഡ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വനിതകളിലെ വേഗമേറിയ താരമായി തിരഞ്ഞെടുത്തത് ജൂലിയൻ ആൽഫ്രഡ്. തുടർച്ചയായി 3 ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഷോട്ട് പുട്ട് താരമാണ് റയാൽ ക്രൗസർ, US. റയാൽ ക്രൗസർ ഷോട്ട് പുട്ട് താരമാണ്. തുടർച്ചയായി 3 ഒളിമ്പിക്സിൽ സ്വർണം നേടുന്ന ആദ്യ ഷോട്ട് പുട്ട് താരമാണ് റയാൽ ക്രൗസർ, US. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ എത്തിയ ശേഷം ശരീരഭാരം അധികമെന്നതുകൊണ്ട് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് വിനേഷ് ഫോഗാട്ട്. ഒളിമ്പിക്സ് ചരിത്രത്തിൽ ആദ്യമായി ഫൈനലിൽ എത്തിയ ശേഷം ശരീരഭാരം അധികമെന്നതുകൊണ്ട് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരം വിനേഷ് ഫോഗാട്ട്. ഒളിമ്പിക്സിൽ പോൾ വാൾട്ടിൽ ലോക റെക്കോർഡോടെ സ്വർണം കരസ്ഥമാക്കിയ സ്വീഡൻ താരം അർമാൻഡ് ഡ്യൂപ്ലൻസിസ്. ഒളിമ്പിക്സിൽ പോൾ വാൾട്ടിൽ ലോക റെക്കോർഡോടെ സ്വർണം കരസ്ഥമാക്കിയ സ്വീഡൻ താരമാണ് അർമാൻഡ് ഡ്യൂപ്ലൻറ്റിസ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടിയ ആദ്യ മലയാളി ആരാണ്? മാനുവൽ ഫ്രെഡറിക്. ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫ്രെഡറിക്. 2024 ഒളിമ്പിക്സിൻ്റെ വേദി ഫ്രാൻസ്, പാരീസ്. 2024 ഒളിമ്പിക്സിൻ്റെ വേദി ഫ്രാൻസ്, പാരീസ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര, 89.45 മീറ്റർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ജാവലിൻ ത്രോയിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം നീരജ് ചോപ്ര, 89.45 മീറ്റർ. നീരജ് ചോപ്രയുടെ കായിക ഇനം ഓർത്തിരിക്കണം, ജാവലിൻ ത്രോ. അതിലെ വെള്ളി മെഡലാണ് കിട്ടിയത്, 89.45 മീറ്റർ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ജാവലിൻ ത്രോയിൽ ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണ്ണ മെഡൽ നേടിയ പാകിസ്ഥാൻ താരം അർഷാദ് നദീം.
92.97 മീറ്റർ. ശ്രദ്ധിക്കണം, ഇന്ത്യൻ താരമായ നീരജ് ചോപ്രയ്ക്ക് വെള്ളി മെഡലും പാകിസ്ഥാൻ താരമായ അർഷാദ് നദീമിന് സ്വർണ്ണ മെഡലുമാണ് ഇതുകൊണ്ട് ജാവലിൻ ത്രോയിൽ കിട്ടിയത്. 2024 പാരീസ് ഒളിമ്പിക്സിൽ അക്രഡിറ്റേഷൻ കാർഡ് ദുരുപയോഗം ചെയ്തതിനെ തുടർന്ന് അയോഗ്യയാക്കപ്പെട്ട ഇന്ത്യൻ താരമാണ് ആൻറ്റിം പങ്കൻ. ഗുസ്തി താരമാണ് ആൻറ്റിം പങ്കൻ. 2024 പാരീസ് ഒളിമ്പിക്സോടുകൂടി വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? വിനേഷ് ഫോഗാട്ട് ഗുസ്തി, PR ശ്രീജേഷ് ഹോക്കി. വിനേഷ് ഫോഗാട്ടിൻ്റെ കായിക ഇനം ഗുസ്തി, PR ശ്രീജേഷ് ഹോക്കി. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ടീം ഇന്ത്യ. 2024 പാരീസ് ഒളിമ്പിക്സിൽ പുരുഷ ഹോക്കിയിൽ വെങ്കല മെഡൽ നേടിയ ടീം ഇന്ത്യ. പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ ടീമിനെ ദേശീയ പതാകയേന്തി നയിക്കുന്നത് PR ശ്രീജേഷ്, മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സിൻ്റെ സമാപന ചടങ്ങിലെ മാർച്ച് പാസ്റ്റിൽ ഇന്ത്യൻ ടീമിനെ ദേശീയ പതാകയേന്തി നയിക്കുന്നത് PR ശ്രീജേഷ്, മനു ഭാക്കർ. പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ യൂറോപ്യൻ രാജ്യമായ ലിക്റ്റൻസ്റ്റൈൻ്റെ പതാക പിടിക്കുന്ന മലയാളി വനിത ഗായത്രി നാരായണൻ, ഒളിമ്പിക്സ് വളണ്ടിയർ. പാരീസ് ഒളിമ്പിക്സ് സമാപന ചടങ്ങിൽ യൂറോപ്യൻ രാജ്യമായ ലിക്റ്റൻസ്റ്റൈൻ്റെ പതാക പിടിക്കുന്ന മലയാളി വനിത ഗായത്രി നാരായണൻ. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയത് നദീം അർഷാദ്, പാകിസ്ഥാൻകാരനാണ്, 92.97 മീറ്റർ. വെങ്കലം നേടിയത് ആൻഡേഴ്സൺ പീറ്റർ, ഗ്രാനഡ, 88.54 മീറ്റർ. ഒളിമ്പിക്സിൽ 2 വ്യക്തിഗത മെഡൽ നേടുന്ന 4ാമത്തെ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. നീരജ് ചോപ്രയുടെ പ്രത്യേകത എന്താണ്? ഒളിമ്പിക്സിൽ 2 വ്യക്തിഗത മെഡൽ നേടുന്ന 4ാമത്തെ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 6. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 6. 1 വെള്ളി, 5 വെങ്കലം, അങ്ങനെ മൊത്തം 6 മെഡലുകളാണ് ഇന്ത്യക്ക് ലഭിച്ചത്. പുരുഷ ഗുസ്തി 57 കിലോഗ്രാം വിഭാഗത്തിൽ അമൻ ഷെഹ്റാവത്ത് വെങ്കലം നേടി. പുരുഷ ഗുസ്തി 57 കിലോഗ്രാം വിഭാഗത്തിൽ അമൻ ഷെഹ്റാവത്തിന് വെങ്കല മെഡൽ ലഭിച്ചു. പാരീസ് ഒളിമ്പിക്സിൽ 1ാമതെത്തിയ രാജ്യം അമേരിക്ക. പാരീസ് ഒളിമ്പിക്സിൽ 1ാമതെത്തിയ രാജ്യം അമേരിക്ക. 2024 പാരീസ് സമ്മർ ഒളിമ്പിക്സ്, അതായത് 33rd എഡിഷൻ, ഏറ്റവും കൂടുതൽ മെഡലുകളോടെ 1ാം സ്ഥാനം നേടിയത് USA, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ജപ്പാൻ, 4 ഓസ്ട്രേലിയ. ഇന്ത്യയുടെ സ്ഥാനം 71. എന്താണ്? 2024 പാരീസ് സമ്മർ ഒളിമ്പിക്സിൽ 33rd എഡിഷൻ ഏറ്റവും കൂടുതൽ മെഡലുകളോടെ 1ാം സ്ഥാനം നേടിയത് USA, 2ാം സ്ഥാനം ചൈന, 3ാം സ്ഥാനം ജപ്പാൻ, 4ാം സ്ഥാനം ഓസ്ട്രേലിയ. ഇന്ത്യയുടെ സ്ഥാനം 71. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ മെഡലുകളുടെ എണ്ണം 6. 1 വെള്ളി, 5 വെങ്കലം, ടോട്ടൽ 6 മെഡൽ.
ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനം 2020 ടോക്കിയോ ഒളിമ്പിക്സിലായിരുന്നു. 1 സ്വർണം ഉൾപ്പെടെ 7 മെഡൽ. അമൻ ഷെഹാവത്ത് ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സിൽ വ്യക്തിഗത മെഡൽ നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് അമൻ ഷെഹാവത്ത്. സംസ്ഥാനം ഹരിയാന. ഒളിമ്പിക് മെഡൽസ്. USA-ക്ക് 40 സ്വർണം കിട്ടി, 44 വെള്ളി, 42 വെങ്കലം. അങ്ങനെ ടോട്ടൽ 126 സ്വർണം, 126 മെഡൽസ്. USA 40 സ്വർണം, 44 വെള്ളി, 42 വെങ്കലം. ടോട്ടൽ മെഡലുകളുടെ എണ്ണം 126. ചൈന തൊട്ടുപുറകിൽ ചൈന 40 സ്വർണം, 27 വെള്ളി, 24 വെങ്കലം. ടോട്ടൽ മെഡലുകളുടെ എണ്ണം 91. മൂന്നാം സ്ഥാനം ജപ്പാൻ 20 സ്വർണം, 12 വെള്ളി, 13 ബ്രോൺസ്. ടോട്ടൽ മൊത്തം 45 മെഡലുകൾ. ഓസ്ട്രേലിയ തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയക്ക് എത്രയാണ്? ഓസ്ട്രേലിയക്ക് സ്വർണം കിട്ടിയത് 18 സ്വർണ്ണമാണ് ഓസ്ട്രേലിയക്ക് കിട്ടിയത്. 19 വെള്ളി, 16 വെങ്കലം. മൊത്തം ടോട്ടൽ 53 മെഡലുകൾ. ഫ്രാൻസോ 16 സ്വർണം, 25 വെള്ളി, 22 വെങ്കലം. മൊത്തം ടോട്ടൽ 63 മെഡലുകൾ. നെതർലൻഡ്സ് 15 സ്വർണം, 7 വെള്ളി, 12 വെങ്കലം. ടോട്ടൽ മൊത്തം 34. ഗ്രേറ്റ് ബ്രിട്ടൻ 14 സ്വർണം, 22 വെള്ളി, 29 ബ്രോൺസ്. ടോട്ടൽ 65 മെഡൽ. സൗത്ത് കൊറിയ 13 സ്വർണം, 9 വെള്ളി, 10 വെങ്കലം. ടോട്ടൽ മൊത്തം 32 മെഡലുകൾ. അപ്പം നമ്മൾ പഠിച്ചു. ഫസ്റ്റ് പാരീസ് ഒളിമ്പിക്സ് 2024 ഫസ്റ്റ് വന്നത് USA, സെക്കൻഡ് ചൈന, തേർഡ് ജപ്പാൻ, ഫോർത്ത് ഓസ്ട്രേലിയ. ഇന്ത്യയുടെ സ്ഥാനം 71. അതിൽ തന്നെ മെഡലുകളുടെ എണ്ണം ഓർത്തിരിക്കണം. USA, ചൈന, ജപ്പാൻ, ഓസ്ട്രേലിയ. ഇത്രയും പ്രധാനപ്പെട്ടതാണ്. ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചോണം. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാം. അതുകൂടാതെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ശരിയോ തെറ്റോ അതിനകത്തൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. USA ഗോൾഡ് 40, സിൽവർ 44, ബ്രോൺസ് 42, ടോട്ടൽ 126. ചൈന 40 സ്വർണം, 27 വെള്ളി, ബ്രോൺസ് 24, ടോട്ടൽ 91. ജപ്പാൻ ഗോൾഡ് 20, സിൽവർ 12, ബ്രോൺസ് 13, ടോട്ടൽ 45. ഓസ്ട്രേലിയ 18 സ്വർണം, 19 സിൽവർ, ബ്രോൺസ് 16, ടോട്ടൽ 53. ഇത്രയും ഒന്ന് ഓർത്ത് വെക്കണം. പിന്നെ ഫ്രാൻസ് കൂടെ ഒന്ന് ഓർത്ത് വെച്ചോണം. കാരണം ഫ്രാൻസ് നടന്നുകൊണ്ട് 18 സ്വർണം, സിൽവർ 19, ഫ്രാൻസിൻ്റെ 16 സ്വർണം, സിൽവർ 25, ബ്രോൺസ് 22, ടോട്ടൽ മൊത്തം 63. ഇനി നൊവാക് ജോക്കോവിച്ച് ടെന്നീസ് താരം, സെർബിയ. ആദ്യ ഒളിമ്പിക് സ്വർണം, കരിയർ ഗോൾഡൻ സ്ലാം തികച്ചു. സിമോൺ നൈൽസ് ജിംനാസ്റ്റിക് താരം, അമേരിക്ക. 3 സ്വർണം, 1 വെള്ളി. ടോക്കിയോ ഒളിമ്പിക്സിൽ നിന്ന് പിന്മാറിയതിനു ശേഷം ഗംഭീര തിരിച്ചുവരവ് നടത്തിയത് പാരീസ് ഒളിമ്പിക്സിലാണ്. സിമോൺ നൈൽസ്. ഇമാനെ കെലീഫ് ബോക്സിംഗ്, അൾജീരിയ. ലിംഗവിവാദത്തിൻ്റെ ഇര, വെൽറ്റർ വെയ്റ്റ് വിഭാഗത്തിൽ സ്വർണം. ലിംഗവിവാദത്തിൻ്റെ ഇര, വെൽറ്റർ വെയ്റ്റ് വിഭാഗത്തിൽ സ്വർണം. നോഹ ലൈൻസ് സ്പ്രിൻ്റ്, അമേരിക്ക.
പാരീസിലെ വേഗരാജാവ്. നോഹ ലൈൻസ് സ്പ്രിൻ്റ് അമേരിക്ക. പാരീസിലെ വേഗരാജാവ് 0.005 സെക്കൻഡിന് ഒന്നാമതെത്തി. മിഹിയാൻ ലോപ്പസ് ഗുസ്തി ക്യൂബ. മിഹിയാൻ ലോപ്പസ് ഗുസ്തി ക്യൂബ. ഒരേ ഇനത്തിൽ തുടർച്ചയായ 5 ഒളിമ്പിക് സ്വർണം നേട്ടം ഗ്രേക്കോ റോമൻ 130 കിലോ വിഭാഗത്തിൽ. ജൂലിയൻ ആൽഫ്രഡ് സ്പ്രിൻ്റ് സെൻറ്റ് ലൂസിയ 100 മീറ്ററിൽ ഒന്നാമത്. സെൻറ്റ് ലൂസിയയ്ക്ക് വേണ്ടി ആദ്യ ഒളിമ്പിക് മെഡൽ നേടിയ താരം ജൂലിയൻ ആൽഫ്രഡ്. സിൻഡി ഗാംബെ ബോക്സിംഗ് താരം. അഭയാർത്ഥി സംഘത്തിനായി ആദ്യ മെഡൽ 75 കിലോ വിഭാഗത്തിൽ വെങ്കലം. അർഷാദ് നദീം ജാവലിൻ ത്രോ പാകിസ്ഥാൻ. ഒളിമ്പിക് റെക്കോർഡോടെ സ്വർണം. പാകിസ്ഥാനായി ആദ്യ വ്യക്തിഗത ഒളിമ്പിക് സ്വർണം. ലിൻ യൂത്തിങ് ബോക്സിംഗ് തായ്വാൻ 57 കിലോ വിഭാഗത്തിൽ സ്വർണം. വനിതാ വിഭാഗത്തിൽ മത്സരിക്കുന്നതിന് ബോക്സിംഗ് അസോസിയേഷൻ വിലക്കിയ താരം. ഒളിമ്പിക്സ് ഗുസ്തിയിൽ ഇന്ത്യക്ക് വേണ്ടി മെഡൽ നേടിയ ഏക വനിതാ താരം സാക്ഷി മല്ലിക്. അത്യാവശ്യം ലെങ്തി വീഡിയോ ആണ്. പാരീസ് ഒളിമ്പിക്സ് 2024. അപ്പം അതിലെ പ്രധാനപ്പെട്ടതെന്ന് തോന്നിയത് മാത്രമേ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. സ്റ്റേറ്റ്മെൻ്റായിട്ടും ഒക്കെ കറണ്ട് അഫെയറിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പം നന്നായിട്ട് പഠിക്കുക. നമുക്കൊന്നുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ ചർച്ച ചെയ്ത് പോകാം. അപ്പം എന്തേലും പോരായ്മകളോ ക്ലാസ്സിൻ്റെ എന്തേലും കാര്യങ്ങൾ അറിയിക്കണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പാരീസ് ഒളിമ്പിക്സ് 2024. പാരീസ് ഒളിമ്പിക്സ് 2000 ആദ്യം നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് ജൂൺ 23 അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം. ശ്രദ്ധിച്ചിരിക്കണം, അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനം ജൂൺ 23. പ്രമേയം ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. എന്താണ്? ലെറ്റ്സ് മൂവ് ആൻഡ് സെലിബ്രേറ്റ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ മത്സര ഇനമാണ് ബ്രേക്ക് ഡാൻസ്. ചോദിക്കാൻ കൊള്ളുന്ന ഒരു ക്വസ്റ്റ്യനാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയ പുതിയ മത്സര ഇനമാണ് ബ്രേക്ക് ഡാൻസ്. പിന്നെ പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന മലയാളികളുടെ എണ്ണം 7. പാരീസ് ഒളിമ്പിക്സിൽ മത്സരിക്കുന്ന മലയാളികളുടെ എണ്ണം 7. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി ആദ്യ മെഡൽ നേടിയ മനു ഭാക്കർ. മനു ഭാക്കറിൻ്റെ കായിക ഇനം ഓർത്തിരിക്കണം, ഷൂട്ടിംഗ്. (2024) പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ച നിഷാന്ത് ദേവ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ മത്സരിച്ച നിഷാന്ത് ദേവ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിംഗ്. (2024) പാരീസ് ഒളിമ്പിക്സിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ്, പാരീസ്. 2024 ഒളിമ്പിക്സിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ്, പാരീസ്. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയത് നദീം അർഷാദ്, പാകിസ്ഥാൻ. കായിക ഇനം ജാവലിൻ ത്രോ. പാരീസ് ഒളിമ്പിക്സിൽ സ്വർണം നേടിയ ജാവലിൻ ത്രോ താരമാണ് ആര്? നദീം അർഷാദ്, പാകിസ്ഥാൻകാരൻ. 92.97 മീറ്റർ. ഒളിമ്പിക്സിൽ 2 വ്യക്തിഗത മെഡൽ നേടുന്ന 4ാമത്തെ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. ഒളിമ്പിക്സിൽ 2 വ്യക്തിഗത മെഡൽ നേടുന്ന 4ാമത്തെ ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 6. പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം 6. 1 വെള്ളി, 5 വെങ്കലം.
പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്ക. പാരീസ് ഒളിമ്പിക്സിൽ ഒന്നാമതെത്തിയ രാജ്യം അമേരിക്ക. 2024 പാരീസ് സമ്മർ ഒളിമ്പിക്സ്, അതായത് 33rd എഡിഷൻ, ഏറ്റവും കൂടുതൽ മെഡലുകളോടെ ഒന്നാം സ്ഥാനം നേടിയത് USA, 2 ചൈന, 3 ജപ്പാൻ, 4 ഓസ്ട്രേലിയ. ഇന്ത്യയുടെ സ്ഥാനം 71. ഇനി ഒളിമ്പിക് മെഡൽ നേട്ടം നമുക്ക് നോക്കാം. USA ഗോൾഡ് 40, സിൽവർ 44, ബ്രോൺസ് 42, അങ്ങനെ മൊത്തം ടോട്ടൽ 126 മെഡലുകൾ. ചൈന 2ാം സ്ഥാനം, ഗോൾഡ് 40, 27 സിൽവർ, ബ്രോൺസ് 24, അങ്ങനെ ടോട്ടൽ മൊത്തം 91 മെഡലുകൾ. ജപ്പാൻ ഗോൾഡ് 20, സിൽവർ 12, ബ്രോൺസ് 13, ടോട്ടൽ മൊത്തം 45. ഓസ്ട്രേലിയ 18 സ്വർണം, 19 സിൽവർ, 16 ബ്രോൺസ്, അങ്ങനെ മൊത്തം ടോട്ടൽ 53. ഫ്രാൻസ് ഗോൾഡ് 16, 25 സിൽവർ, 22 ബ്രോൺസ്, അങ്ങനെ മൊത്തം ടോട്ടൽ 63 മെഡലുകൾ. ഇത്രയാണ് ശരിക്കും പാരീസ് ഒളിമ്പിക്സിൽ നോക്കി വെക്കാനുള്ളത്. പാരീസ് ഒളിമ്പിക്സിൻ്റെ മോട്ടോ ചോദിക്കുകയാണെങ്കിൽ ഗെയിംസ് വൈഡ് ഓപ്പൺ. എന്താണ് ഗെയിംസ് വൈഡ് ഓപ്പൺ? പാരീസ് ഒളിമ്പിക്സിൻ്റെ മാസ്കോട്ട്, അതായത് ഭാഗ്യചിഹ്നം ചോദിക്കുകയാണെങ്കിൽ ഫ്രിജിയൻ ക്യാപ്പ്. എന്താണ് ഫ്രിജിയൻ ക്യാപ്പ്? പാരീസ് ഒളിമ്പിക്സിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 26 ജൂലൈ 2024. ഇനി ക്ലോസിംഗ് ഡേറ്റോ 11 ആഗസ്റ്റ് 2024. അപ്പോൾ ഇത്രയാണ് പാരീസ് ഒളിമ്പിക്സ് 2024 കുറിച്ച് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ കാര്യങ്ങളും തന്നെ നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി അപ്ഡേറ്റ് ചെയ്യാം. അപ്പം ക്ലാസ് ഇഷ്ടപ്പെട്ട, ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മാക്സിമം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉപകാരപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻ ചെയ്യണമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. താങ്ക് യു.